ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് ഒരു എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുത്തതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹെവി സ്റ്റോൺ വർക്കുള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് കസ്റ്റമർ കൊണ്ടുവന്ന് തന്നത്. അതുപോലെ പ്ലെയിൻ മെറ്റീരിയൽ ഉള്ളിൽ ഒരു ഗൗൺ തയ്ച്ചിട്ട് പുറമെ ഈ വർക്ക് മെറ്റീരിയൽ വെച്ചൊരു കോട്ട് തയ്ക്കാനായിരുന്നു. അപ്പോൾ അതിൻ്റെ മോഡലും കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറയാം. ഇപ്പോൾ ജിമ്മിച്ചൂൻ്റെ മെറ്റീരിയലാണ് ഗൗൺ തയ്ക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്രേപ്പിൻ്റെ ലൈനിങ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ വർക്ക് മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഹെവി സ്റ്റോൺ വർക്കാണ്. സ്റ്റോൺ തന്നെയാണ് കേട്ടോ, ബീഡ്സ് കാര്യങ്ങളൊന്നുമില്ല, നിറച്ച് സ്റ്റോൺ തന്നെയാണ്. പിന്നെ അതിൻ്റെ പ്ലെയിനായിട്ട് കുറച്ച് ഭാഗം ഡിസൈൻ ഇല്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ സ്റ്റിച്ചാക്കിയിട്ട് സ്റ്റോണുള്ളതോടെ നമ്മൾ പിന്നെ കറക്കി സൂചി കൈ കൊണ്ട് കറക്കി തന്നെ തയ്ച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമുക്കതിന് ഷോൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പ്ലെയിൻ നെറ്റ് സെയിം കളറിൽ എടുത്തിട്ട് നമ്മളതിന് മാച്ചിങ് ആയിട്ടുള്ള ലേസ് മേടിച്ചിട്ട് അറ്റാച്ച് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം നമുക്ക് വെഡ്ഡിങ്ങിന് ഇത് എൻഗേജ്മെൻറ്റിനൊക്കെ നമുക്ക് ഷോൾ ഇടണമല്ലോ. നമ്മൾ ചുറ്റി കെട്ടി ചെറിയൊരു ഷോൾ ഇടും. അതിൻ്റെ പുറമേക്ക് നീളമുള്ള ഷോൾ ഇടണം. അതിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ നെറ്റിൻ്റെ മെറ്റീരിയലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. 48-50 ഇഞ്ചോളം വീതി ഉണ്ടായിരുന്നു ഈ നെറ്റിൻ്റെ മെറ്റീരിയലിന്. അപ്പോൾ ഒരു 40 ഇഞ്ചൊക്കെ കിട്ടാൻ പാകത്തിന് ഞാനതിൻ്റെ വിഡ്ത്തൊന്ന് കുറച്ച് കൊടുത്തു. അപ്പം തുണി ഒന്നായിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ട് അതിൻ്റെ വിഡ്ത്തൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് 4 സൈഡിലും ലേസ് അറ്റാച്ച് ആക്കി കൊടുക്കാനുള്ളൂ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു സ്കാർഫ് ചുറ്റി കെട്ടാൻ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് സാറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 1.25 മീറ്റർ മതി. എന്നാലും അത് 44 ഇഞ്ച് വിഡ്ത്തുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാനതൊന്ന് ഇതുപോലെ ഫോൾഡാക്കി കൊടുത്ത് അതിൻ്റെ വിഡ്ത്ത് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഒരു 28-29 ഇഞ്ചൊക്കെ നീളം വീതി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും കിട്ടാൻ പാകത്തിന് അതിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ സൈഡൊന്ന് റോൾ ചെയ്ത് ചെറുതായിട്ട് എടുത്താൽ മതി. അത്രയാണ് ആ സ്കാർഫിൻ്റെ വർക്കുള്ളൂ. പിന്നെ വരുന്നത് നമുക്ക് ഇന്നറായിട്ട് ഉള്ളിലിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൗണാണ്, അംബ്രല്ല കട്ടിങ്ങിൻ്റെ ഫുൾ ഗൗണാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് ഈ വർക്കിൻ്റെ മെറ്റീരിയൽ സെപ്പറേറ്റാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ വർക്ക് മെറ്റീരിയൽ ഓവർകോട്ട് ഇല്ലാതെ പ്ലെയിനായിട്ട് നമുക്ക് ഈ ഗൗൺ യൂസ് ചെയ്യാനും പറ്റും പിന്നീട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചാണ് നമ്മൾ ഈ പുറമേ ഉള്ള ഓവർകോട്ട് ഇതിനകത്തേക്ക് അറ്റാച്ച് ആക്കി കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ സെയിം കളറിലുള്ളതായതുകൊണ്ട് നമുക്ക് ലൈനിങ് ഒന്നും ഇല്ലാതെ കോട്ടിൻ്റെ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അത്രയും ഹെവി വർക്ക്ഡായിരുന്നു കേട്ടോ ആ മെറ്റീരിയൽ. വളരെ ബുദ്ധിമുട്ടി ഒരുപാട് സമയമെടുത്താണ് നമ്മളത് ചെയ്തത്. അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള മെറ്റീരിയൽ 4ആയിട്ട് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഫുൾ സർക്കിൾ അംബ്രല്ലയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അംബ്രല്ല കട്ടിങ്ങിൻ്റെ ഡ്രസ്സ് എപ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ ആദ്യമേ മടക്കിയിട്ടിട്ട് നമുക്ക് ആദ്യമേ തന്നെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന ഭാഗത്തുനിന്ന് നമുക്ക് യോക്കിനും സ്ലീവിനും ഒക്കെ ഉള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് കുറഞ്ഞ മെറ്റീരിയൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. യോക്കിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന അളവ് നമുക്ക് ഈ സ്കേർട്ടിൻ്റെ മുകൾ ഭാഗത്ത് കിട്ടാൻ പാകത്തിന് എടുക്കുക. അപ്പോൾ നമുക്ക് താഴെ കിട്ടുന്ന അളവ് ഇത് നമ്മൾ 8ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ 8-1 നമുക്ക് ടോട്ടൽ അളവിൻ്റെ 8-1 കണ്ടിവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ 4ആയിട്ട് മടക്കിയിടുമ്പോൾ ഒരു 9.5 ഇഞ്ചൊക്കെ കിട്ടാൻ പാകത്തിന്, 34 ഇഞ്ച് സൈസുള്ള ആളുടെ അളവാണ്. അപ്പോൾ ഒരു 9.5 ഇഞ്ചൊക്കെ കിട്ടാൻ പാകത്തിനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് 8ആയിട്ട് മടക്കുമ്പോൾ 4.25 ഇഞ്ച് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ അളവ് നോക്കി ഞാൻ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എത്ര ലെങ്ത്താണ് വേണ്ടത് അതിൻ്റെ കൂടെ സീം അലവൻസും ആഡ് ചെയ്യണം. 1/2 ഇഞ്ച് മുകളിൽ നമുക്ക് യോക്ക് പോർഷൻ ജോയിൻ ചെയ്യാൻ വേണം. താഴെ 1 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. റോൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. അങ്ങനെ 1.5 ഇഞ്ചോടെ ആഡ് ചെയ്ത് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പം ഓരോ പൊസിഷനിലേക്കും ടേപ്പ് മാറ്റി വെച്ച് കൊടുത്ത് റൗണ്ടാക്കി തന്നെ നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. അംബ്രല്ല കട്ടിങ് ഒക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മോഡൽ പറഞ്ഞു പോയ കൂട്ടത്തിൽ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ കട്ടിങ് അംബ്രല്ല കട്ടിങ്ങിൻ്റെ കട്ടിങ് ഒന്ന് കാണിക്കുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീതി 44 ഇഞ്ച് വീതിയല്ലേ ഉണ്ടാവുള്ളൂ സാധാരണ മെറ്റീരിയൽ. അപ്പം താഴെ വരുമ്പോൾ എന്തായാലും നമുക്കിതുപോലെ കുറച്ച് ഭാഗത്ത് മെറ്റീരിയൽ എത്താതെ വരും. അപ്പോൾ നമുക്ക് ബാക്കി കട്ട് ചെയ്ത് ബാക്കി മെറ്റീരിയൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ജോയിൻ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കാം. ഇവിടെ മെറ്റീരിയലിൻ്റെ എന്തോ ഒരു പ്രശ്നം കാരണം നമുക്ക് 2 സൈസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2-2ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. നോർമലി നമുക്ക് 2ഉം ഒറ്റ രീതിയിൽ തന്നെ വരും. ആ തേര് വരുന്ന ഭാഗത്ത് എന്തോ ഒരു കയറ്റിറക്കം വന്നുകൊണ്ട്
മെറ്റീരിയലിൻ്റെ എന്തോ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും രണ്ടായിട്ട് തന്നെ ഞാൻ അളവ് നോക്കി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഇത്രയും മെറ്റീരിയലിൽ നിന്ന് നമുക്ക് സ്ലീവ് കിട്ടും, പിന്നെ വരുന്ന പോർഷനിൽ നിന്ന് നമുക്ക് യോക്ക് പോർഷനും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ സ്ക്വയർ പോർഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ബാക്കി വരുന്ന മെറ്റീരിയലിൽ നിന്ന് യോക്ക് പോർഷനും സ്ലീവും എല്ലാം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് മെയിൻ മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അമ്പള കട്ടിങ്ങിൻ്റെ അടിഭാഗത്ത് ഞാൻ ലൈനിങ് ഫുൾ സർക്കിൾ കൊടുത്തിട്ടില്ല, ഹാഫ് സർക്കിളാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും അളവിലുള്ള മെറ്റീരിയൽ നമുക്ക് ലൈനിങ്ങിന് വേണ്ട കേട്ടോ. അപ്പോൾ അതെടുക്കുന്നതിനേക്കാളും 1-1.5 ഇഞ്ചോളം കുറച്ച അളവിൽ നമ്മൾ ലൈനിങ് എടുത്താൽ മതിയാവും. പിന്നെ ലൈനിങ്ങിൽ നമുക്ക് മെറ്റീരിയൽ കൂടുതലുണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് നമുക്ക് യോക്ക് പോർഷൻ അളവ് നോക്കി മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കാം. അതിന് തന്നെ നമുക്ക് സ്ലീവും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മെയിൻ മെറ്റീരിയലാണല്ലോ റേറ്റ് കൂടുതൽ വരുന്നത്. അപ്പോൾ അത് കുറഞ്ഞ അളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കാം. സ്ലീവും എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ പീസ് വെച്ച് കൊടുത്തിട്ട് മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മെയിൻ മെറ്റീരിയൽ കറക്റ്റ് അളവ് നോക്കി ഫോൾഡാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് എവിടെയാണോ അളവ് കിട്ടുന്നത് അത് വെച്ച് നമുക്ക് ഫോൾഡാക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം ഫ്രണ്ട് പീസ് നോക്കി എടുക്കണം കേട്ടോ. ഫ്രണ്ടിന് നമുക്ക് സെൻറ്ററിൽ ജോയിനിങ് ഇല്ലാതെ കിട്ടണമല്ലോ. ബാക്കിന് സെൻറ്ററിൽ ജോയിനിങ് വന്നാലും കുഴപ്പമില്ല, നമുക്ക് സിബ് അറ്റാച്ച് ആക്കി കൊടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആക്കി തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റും അടയാളപ്പെടുത്തി കൊടുത്ത് നെക്കും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഫ്രണ്ടും ബാക്കും അങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ സ്ലീവ് എടുക്കണം. അപ്പോൾ സ്ലീവും നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കോൺ വരുന്ന ഒരു മെറ്റീരിയലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മെഷർമെൻറ്റ് നോക്കി ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ സ്ലീവും എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്ലീവും ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അംബ്രല്ല കട്ടിങ്ങിൻ്റെ ഗൗൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ആ പീസുകളെല്ലാം ജോയിൻ ചെയ്തെടുക്കാൻ നെക്കും എല്ലാം പിടിപ്പിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വർക്ക് മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ പുറമേക്ക് ഒരു സ്ലിറ്റഡ് ടോപ്പാണ് തയ്ച്ചത്. അപ്പോൾ സ്ലിറ്റഡ് ടോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷേപ്പിൻ്റെ വരുന്ന ആ ഭാഗം വരെയാണ് നമ്മൾ സ്റ്റിച്ചാക്കി കൊടുത്തിട്ടുള്ളൂ. സ്ലിറ്റിൻ്റെ ലെങ്ത്തിലേക്ക് നമ്മൾ ഷേപ്പിൻ്റെ അവിടെ നിന്ന്, അതായത് യോക്ക് ലെങ്ത്ത് വരുന്നതിൻ്റെ അവിടെ നിന്ന് തൊട്ട് ഓപ്പൺ ആക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ലിറ്റിൻ്റെ പോർഷൻ വരെ രണ്ട് സൈഡിലും ലൂപ്പ് അറ്റാച്ച് ആക്കി കൊടുത്ത് ഒരു വള്ളിയിട്ട് കോർത്ത് കെട്ടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ മെഷർമെൻറ്റൊക്കെ അടയാളപ്പെടുത്തി വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഷേപ്പിൻ്റെ അവിടെ ഉള്ള അളവ് നമ്മൾ കൊടുത്തിട്ട് സ്ലിറ്റ് പോർഷനിലെ അളവും നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്ലിറ്റ് പോർഷൻ്റെ അവിടെ കൊടുക്കുന്ന അളവ് സെയിം അളവ് തന്നെ താഴ്ഭാഗത്തും കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിഡ്ത്ത് കൂടുതലായിട്ട് കൊടുക്കുന്നില്ല. നമുക്ക് ആ ലൂപ്പ് കെട്ടി ഇടുമ്പം അവിടെ ആ ലൂപ്പിൻ്റെ കെട്ടുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അത് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അടിവട്ടം ഒത്തിരി കൊടുക്കില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷേപ്പിൻ്റെ അവിടം വരെ ഒരുമിച്ച് തയ്ച്ചിട്ട് താഴേക്ക് സ്ലിറ്റ് അടിക്കും പോലെ അടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഞാൻ സെപ്പറേറ്റ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് അത്രയും കുറഞ്ഞ അളവിൽ മെറ്റീരിയൽ മതി. അതുകൊണ്ട് പിന്നെ സ്ലീവും നമ്മുടെ മെഷർമെൻ്റ് അനുസരിച്ച് കട്ട് ചെയ്തെടുത്തു. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് മോഡലൊന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ പ്ലെയിൻ നെറ്റ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മൾ ഷോളിന് വേണ്ടി കട്ട് ചെയ്തതിൻ്റെ ബാക്കി പോർഷനിൽ നിന്ന് ഇതുപോലെ വീതി കുറച്ച് നെറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലൂപ്പ് അടിക്കാനും വള്ളി കോർത്ത് കെട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ വള്ളി അടിക്കും പോലെ കുറച്ച് അടിച്ചെടുക്കുക കേട്ടോ, കുറച്ച് വള്ളി അടിച്ചെടുക്കുക. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് സ്ലിറ്റിൻ്റെ പോർഷനിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഷേപ്പിൻ്റെ അവിടം വരെയാണ് നമ്മൾ കറക്റ്റ് അളവ് നോക്കി തയ്ച്ചെടുക്കുക. അതിന് ശേഷം താഴേക്ക് നമുക്ക് ഈ ലൂപ്പ് വെച്ച് കൊടുത്ത് സ്റ്റിച്ചാക്കി കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, ജസ്റ്റ് മോഡൽ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ നെക്കിന് വേണ്ടിയിട്ട് ഞാൻ ആ പ്ലെയിൻ നെറ്റിൽ നിന്ന് തന്നെ നെക്കിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് സ്റ്റിച്ചാക്കി കൊടുക്കുകയാണ് ചെയ്തത്. നെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡർ എല്ലാം ജോയിൻ ചെയ്ത് സ്ലീവൊക്കെ അറ്റാച്ചാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഷേപ്പിൻ്റെ അവിടം വരെ തയ്ച്ചു കൊടുത്താൽ മതി. നമ്മുടെ ഷേപ്പിൻ്റെ മാർക്കിംഗ് ഉണ്ടല്ലോ, അവിടം വരെ നമ്മുടെ അളവ് നോക്കി നമുക്ക് സ്റ്റിച്ചാക്കി കൊടുക്കുക. ബാക്കി താഴത്തേക്ക് വരുന്ന പോർഷൻ നമ്മൾ ഫോൾഡാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാരണ ചുരിദാറിൻ്റെ സ്ലിറ്റ് അടിച്ചു കൊടുക്കത്തില്ലേ, അതുപോലെ ഫോൾഡാക്കി കൊടുക്കണം. പിന്നെ നമുക്ക് വള്ളി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് ഇൻ്റർവലായിട്ട് ലൂപ്പ് വെച്ച് കൊടുക്കണം ആദ്യമേ.
പിന്നെ നമ്മുടെ വള്ളിയിട്ട് കോർത്തെടുക്കുക. അതിനുശേഷം അടിയിൽ ഒരു ചെറിയ ഹാങ്ങിങ് പോലെ കൊടുത്താൽ മതി. അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ പതുക്കെ സൂചി കറക്കിയൊക്കെയാണ് തയ്ച്ചെടുത്തത്. അപ്പോൾ ഇവിടെ നെക്കിൻ്റെ പോർഷനൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡറും ജോയിൻ ചെയ്ത് സ്ലീവ് അറ്റാച്ചാക്കി കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ഷേപ്പ്, അവിടം വരെ സ്റ്റിച്ചാക്കി കൊടുക്കുക. അതുപോലെ കൈകൊണ്ട് കറക്കിയാണ് തയ്ച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നെക്കിലേക്ക് സ്റ്റിച്ചാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് വരുന്ന ഭാഗത്തെ സ്റ്റോണൊന്നും പറിച്ച് കളഞ്ഞിട്ടില്ല. ഒരു ഗമ്മ പോലെ ഒരു പശ പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കുമ്പോൾ മൊത്തത്തിൽ ഇങ്ങ് പോരുന്നതുകൊണ്ട് നമ്മളതൊന്നും പറിച്ച് കളഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മോഡലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്പർല കട്ടിങ്ങിൻ്റെ ഗൗണാണ് ഉള്ളിൽ വരുന്നത്. അപ്പോൾ അത് പ്ലെയിനായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഫുൾ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് പിന്നീട് കോട്ടില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കി തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഫുൾ സർക്കിൾ അമ്പർല ആയിട്ടാണ് ചെയ്തത്. അടിയിൽ പീക്കോ ചെയ്തിട്ടുണ്ട്, ചൂണ്ടവള്ളിയിട്ട് പീക്കോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവർകോട്ട് വരുന്നത് ഇങ്ങനെയാണ്. സാധാരണ നമ്മൾ മുകൾ ഭാഗമൊക്കെ നോർമൽ രീതിയിൽ തന്നെ ഇരിക്കും. താഴേക്ക് യോക്കിൻ്റെ പോർഷൻ്റെ താഴത്തേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ മുട്ടിന് താഴേക്ക് ലെങ്ത്ത് കിട്ടാൻ പാകത്തിന്, ഒരു ചുരിദാർ ടോപ്പിൻ്റെ ലെങ്ത്ത് കിട്ടാൻ പാകത്തിനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളിലുള്ള അമ്പർലയുടെ ഡ്രസ്സ് നല്ല ഫ്ലെയറിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡമ്മിയിൽ ഇട്ടതുകൊണ്ടാണ് ഇതിങ്ങനെ ഒതുങ്ങി കിടക്കുന്നത്. നല്ല ഫ്ലെയറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഓവർകോട്ടാണ് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇതുപോലെ ഷേപ്പിൻ്റെ പൊസിഷൻ വരെ നമ്മൾ സ്റ്റിച്ചാക്കി കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ലൂപ്പ് വെച്ച് കൊടുത്തേക്കുവാണ്. ഓരോ ഇൻ്റർലോക്ക് പീരീഡ് നമ്മൾ ഓരോ കറക്റ്റ് അളവ് കൊടുത്ത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ലൂപ്പ് വെച്ച് കൊടുക്കണം. ആ നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ലൂപ്പ് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ നെറ്റിൻ്റെ തന്നെ വള്ളി സ്റ്റിച്ചാക്കി എടുക്കുക കേട്ടോ. അത് ഇതുപോലെ കോർത്തെടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കോർത്തെടുക്കുക. കോർത്തെടുത്തതിന് ശേഷമാണ് ഈ വള്ളിയുടെ അറ്റത്ത് നമ്മൾ ഇതുപോലെ ഒരു ഹാങ്ങിങ് സ്റ്റിച്ചാക്കി കൊടുക്കുന്നത്. അതും നമ്മുടെ വർക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സ്റ്റിച്ചാക്കി കൊടുത്തത്. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ. അപ്പോൾ ഇതുപോലെ ഒക്കെ ഉള്ള മോഡലുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളെ ദുപ്പട്ടായും നമ്മുടെ സ്കാർഫും ഒക്കെ ഇട്ടിട്ടുള്ള മോഡൽ. ദുപ്പട്ടായിൽ നമ്മുടെ ലൈസ് അറ്റാച്ചാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.